ചോദ്യങ്ങൾ അനവധിയാണ് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ബാക്കിയാകുന്നത്. SIT-യിലേക്ക് നമ്മൾ പോവുകയാണ്. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം TV പ്രസാദ്, ഒപ്പം R റോഷിപാൽ, പ്രവീൺ പുരുഷോത്തമൻ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം TV പ്രസാദിലേക്ക്. ഗുഡ് ഈവനിംഗ് TV പ്രസാദ്. ദേവസ്വം വിജിലൻസ് ഓഫീസിൽ ഇപ്പോൾ നടക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു അനുനയ ചർച്ചയാണോ എന്ന് സംശയിക്കേണ്ടതിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം ദേവസ്വത്തിന് കൃത്യമായ ഒരു മറുപടിയില്ല. സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പായി? ആ ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണെങ്കിലോ. പോറ്റി കൊണ്ടുപോയത് ചെമ്പുപാളിയാണ്, എഴുതിയിരിക്കുന്നതും ചെമ്പുപാളി കൊടുത്തുവിട്ടുവെന്നാണ്, ചെന്നൈയിലെത്തിയതും ചെമ്പുപാളിയാണ്. അപ്പോൾ 99-നും 2019-നും ഇടയിൽ സ്വർണം എങ്ങനെ ചെമ്പായി? ഗുഡ് ഈവനിങ് സുജയ. ആ ചോദ്യം തന്നെയാണ് എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. 1998 ഇപ്പോൾ പറഞ്ഞതുപോലെ വിജയ് മല്യ എന്തായാലും ശബരിമല മുഴുവൻ സ്വർണം പൂശി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് 2019 അത് മാറി ആ സ്ഥാനത്ത് ചെമ്പായത് എങ്ങനെ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അതിൽ ചോദ്യങ്ങൾ നിരവധിയാണ്, ദുരൂഹതകൾ ഏറെയാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിന്റെ അധികൃതർ, ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ ഗൂഢാലോചനയാണോ, അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും തരത്തിൽ മറ്റ് നീക്കങ്ങൾ നടത്തിയതാണോ എന്ന കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ അന്വേഷണത്തിലാണ് പുറത്തു വരേണ്ടത്. പക്ഷേ അങ്ങനെ പുറത്തു വരേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത്രയും കാലത്തിനിടയിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും ദേവസ്വം ബോർഡിന് ഇല്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നാണെങ്കിൽ 2 പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണ്, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ തട്ടിപ്പിനെല്ലാം നേതൃത്വം നൽകിയത് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ ചോദ്യത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായ മറുപടി പറയുന്നുണ്ട്. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മറുപടി ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ ഒരു കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ അട്ടിമറി നടന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു വരേണ്ടതുണ്ട്. അതിൽ ഉൾപ്പെട്ടവർ ആരാണ് എന്ന വിവരം പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ദേവസ്വത്തിന്റെ വിജിലൻസ് ഇപ്പോൾ ആ പോറ്റിയെ ചോദ്യം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ അതിലൂടെ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുജയ, ഓക്കെ, നമ്മുടെ അന്വേഷണവും നമുക്ക് തുടരാം. TV പ്രസാദ്. R റോഷിപാലാണ് നമുക്കൊപ്പം എത്തുന്നത്. ഗുഡ് ഈവനിംഗ് R റോഷിപാൽ. പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസും BJP-യും ഈ വിഷയത്തെ എങ്ങനെയാണ് ഇപ്പോൾ ടേക്കപ്പ് ചെയ്യുന്നത്? പലയിടങ്ങളിലും പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. ഇതിൽ പ്രധാനമായും ഈ 2 രാഷ്ട്രീയ കക്ഷികളും എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പ്രധാനമാണ്. അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? ശബരിമല വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസും BJP-യും. കോൺഗ്രസ് ഇതിൽ വിശ്വാസ സംരക്ഷണ സംഗമം ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനം. 9-ന് പത്തനംതിട്ടയിൽ ആദ്യ പരിപാടി നടക്കും. പത്തനംതിട്ടയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി KC വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത്. 10-ന് തൊട്ട് പിറ്റേന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയും ശരണം വിളിച്ച് തേങ്ങ ഉടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സമരങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് വളരെ ഗൗരവത്തോടെ തന്നെ വിഷയം കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരികയാണ്, ആഗോള അയ്യപ്പ സംഗമം തിരിച്ചടിയാണെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അത് സർക്കാരിന് അനുകൂലമായി സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. അത് മറികടക്കാനുള്ള ഒരു അവസരം കൂടിയായി ഈ വിവാദത്തെ ഉപയോഗിക്കാൻ തന്നെയാണ് UDF-ന്റെയും BJP-യുടെയും ഒക്കെ തീരുമാനം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ അതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ഇതിൽ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും സംശയം മുന്നിൽ നിർത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തി ഈ വിവാദത്തെ തെരുവിലേക്ക് എത്തിക്കാനുള്ള തീരുമാനം തന്നെയാണ് കോൺഗ്രസും BJP-യും എടുത്തിരിക്കുന്നത്. ഓക്കെ റോഷിപാൽ, വ്യക്തമാണ്. പ്രവീൺ പുരുഷോത്തമൻ കൂടി നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെയാണ്. ഇന്നത്തെ പ്രതിഷേധങ്ങൾ എങ്ങനെയായിരുന്നു? ഗുഡ് ഈവനിംഗ് സുജയ. ഇന്ന് വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ആറന്മുളയിൽ നാമജപ ഘോഷയാത്ര, അതിലൂടെ ഒരു പ്രതിഷേധം അവർ നടത്തിയത്. BHP നേതൃത്വം പറയുന്നത് ഇപ്പോൾ ഉയരുന്ന ശബരിമലയെ സംബന്ധിച്ചുള്ള വിവാദങ്ങളിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ളതാണ്. ആറന്മുളയിൽ ഇന്ന് ആറന്മുള ചെങ്ങന്നൂർ റോഡിലൂടെയായിരുന്നു വനിതകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത നാമജപ ഘോഷയാത്ര നടന്നത്. അത് തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ സമാപിക്കുകയും ചെയ്തു. അവിടെയും വലിയ പ്രതിഷേധ യോഗമൊക്കെ ചേർന്നു. ഏതായാലും BHP ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. അത് ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ ഒന്നും അന്വേഷിച്ചതുകൊണ്ട് കാര്യമില്ല. മറ്റേതെങ്കിലും ഒരു ഏജൻസി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അന്വേഷണം നടത്തണമെന്നാണ് BHP ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നല്ല ഒരു സാന്നിധ്യം സ്ത്രീകളുടെയും ഒപ്പം തന്നെ മറ്റ് BHP പ്രവർത്തകരുടെയും ഒരു സാന്നിധ്യം ഈ സമരത്തിന് ഉണ്ടായിരുന്നു. സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് BJP-യുടെ ഈ ഒരു സമരം ഇന്ന് ആറന്മുളയിൽ നടന്നത്. സുജയ, വ്യക്തമാണ്. TV പ്രസാദും R റോഷിപാലും പ്രവീൺ പുരുഷോത്തമനുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മുന്നിൽ നൽകുന്ന മൊഴി എന്താണ് എന്നതറിയണം. ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമോ എന്നതറിയണം.